ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി സുൽത്താൻ അക്ബർ അലിക്ക് സ്വർണ്ണക്കടത്തുമുണ്ടായിരുന്നതായി എക്സൈസ്. സാധാരണക്കാരായ കെരേമാരെ ഉപയോഗിച്ചായിരുന്നു സ്വർണം കടത്തിയിരുന്നത് എന്ന സൂചന. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിലാണ് സ്വർണം കടത്താൻ ഉപയോഗിച്ച കെരേമാരുടെ വിവരങ്ങളുള്ളത്. സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണും ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങാനെന്ന പേരിൽ വിദേശയാത്രകൾ നടത്തിയിരുന്ന സുൽത്താൻ അക്ബർ അലി അവിടെ നിന്ന് നാട്ടിലെത്തുന്നവരെയാണ് കാരിയർമാർ ആക്കിയിരുന്നതെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. 10 മുതൽ 25 പവൻ വരെ സ്വർണം വീതമാണ് ഓരോരുത്തരിലൂടെയും കടത്തിയത്. ശരീരത്തിൽ ധരിച്ചും വസ്ത്രത്തിലും ബാഗിലും ഒളിപ്പിച്ചുമാണ് സ്വർണം കടത്തിയിരുന്നതെന്നാണ് എക്സൈസിന് വിവരം ലഭിച്ചത്. വിമാനത്താവളത്തിൽ ഏതെങ്കിലും വിധത്തിൽ പിടിക്കപ്പെട്ടാൽ നികുതിയടച്ച് മറ്റ് നിയമ നടപടികൾ ഒഴിവാക്കും. ഇതിലൂടെ കാരിയർമാർ പിടിയിലാകാതെ ശ്രദ്ധിച്ചിരുന്നു. പ്രതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് എക്സൈസ്. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതോടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിവരം കൈമാറും. കേസിലെ 1-ാം പ്രതിയും സുൽത്താൻ അക്ബർ അലിയുടെ ഭാര്യയുമായ തസ്ലീമ സുൽത്താന, 2-ാം പ്രതി ഫിറോസ് എന്നിവരെയും സുൽത്താൻ അക്ബർ അലിയെയും അടുത്തയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് അറിയിച്ചു. തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ പേരുകളുണ്ടായിരുന്ന സിനിമാ നടന്മാരിൽ ഒരാളായ ശ്രീനാഥ് ഭാസിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അടുത്തയാഴ്ച നോട്ടീസ് നൽകിയേക്കും. ജനം, ആലപ്പുഴ.